ശക്തമായ മഴയിൽ ഹൈറേഞ്ച് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഉപ്പുതറയിൽ വീട് പൂർണ്ണമായും തകർന്നു. ഉപ്പുതറ കാക്കത്തോട് മേട്ടും ഭാഗം ചെറുനിലത്ത് CK അജിയുടെ വീടാണ് തകർന്നത്. ഹൈറേഞ്ചിൽ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധവും തകരാറിലായി. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ ഉപ്പുതറ കാക്കത്തോട് മേട്ടുഭാഗം ചെറുനിലത്ത് CK അജിയുടെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ബിൽഡിംഗ് ജോലിക്കാരനായ അജിയുടെ കൈക്ക് പരിക്ക് പറ്റി. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ചികിത്സാ സംബന്ധമായി വീട്ടിലില്ലായിരുന്നതിനാൽ പ്രായമായ മാതാപിതാക്കളെ ബന്ധുവീട്ടിലാക്കിയിരുന്നു. വീട്ടിൽ ആരുമില്ലാതിരുന്നാൽ വലിയ അപകടമാണ് ഒഴിവായത്. സമീപവാസികൾ അറിയിച്ചതിനെ തുടർന്നാണ് അജി സ്ഥലത്തെത്തിയത്. വീടിന്റെ പിൻഭാഗം പൂർണ്ണമായും തകർന്നു. വീട്ടിലുണ്ടായിരുന്ന വൈദ്യുതി ഉപകരണങ്ങളടക്കം സാധനങ്ങളെല്ലാം പൂർണ്ണമായും നശിച്ചു. എൻ്റെ കൈക്ക് കുറച്ച് ദിവസം ഒരു അപകടം സംഭവിച്ചിരുന്നു. മെഷീൻ കൊണ്ടൊരു അപകടം സംഭവിച്ചായിരുന്നു. അത് പ്രമാണിച്ച് ഞാൻ ആശുപത്രിയിലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ചെറുതോണി ആശുപത്രിയിലായിരുന്നു. അപ്പോൾ എൻ്റെ പ്രായ അച്ഛനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അവരെയും കൂടെ ഞാൻ അവിടെ സ്വന്തക്കാരുടെ വീട്ടിലോട്ട് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴയിലാണ് ഈ അപകടം സംഭവിച്ചത്. പഞ്ചായത്ത് അംഗം സാബു വേങ്ങുവലി, വില്ലേജ് അധികാരികൾ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2 ദിവസമായി ഹൈറേഞ്ചിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. മഴയോടൊപ്പം എത്തുന്ന കാറ്റാണ് അപകടം വിതയ്ക്കുന്നത്. പല സ്ഥലങ്ങളിലും മരം കടപുഴകി വീണാണ് അപകടമുണ്ടാക്കിയത്. മരങ്ങൾ കടപുഴകി 11 kV LT ലൈൻ കടന്നു പോകുന്ന പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഇതോടെ ഇരട്ടയാർ, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ എന്നീ പഞ്ചായത്തുകളും കട്ടപ്പന മുനിസിപ്പാലിറ്റിയും ഇരുട്ടിലായി. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വൈദ്യുതി വകുപ്പിനുണ്ടായിരിക്കുന്നത്. ഇന്നലെ പകൽ മുതൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഒരിടത്ത് ശരിയാവുമ്പോൾ മറ്റൊരിടത്ത് മരങ്ങൾ കടപുഴകി വീഴുന്നതിനാൽ ഇനിയും പലയിടത്തും വൈദ്യുതി ശരിയാവണ്ണം വിതരണം ചെയ്യാനായിട്ടില്ല. പല സ്ഥലങ്ങളിലും റോഡിന് കുറുകെ മരങ്ങൾ കടപുഴകി ഗതാഗത തടസ്സവും ഉണ്ടായി. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.